പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 51-ാമത്തെ തിരുവചനം. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ആകാശത്തിന് ഭൂഷണം സൂര്യൻ, താമരപ്പുകയ്ക്ക് ഭൂഷണം വണ്ട്, വാക്കിന് ഭൂഷണം സത്യം, സമ്പത്തിന് ഭൂഷണം വിതരണം. എല്ലാ ഗുണങ്ങളുടെയും പരമാവധി വിനയം എന്നാണല്ലോ പുരാണങ്ങളിൽ പറയുന്നത്. നമ്മൾ എത്ര വളർന്നാലും വാക്കിലും പ്രവൃത്തിയിലും വിനയം വേണമെന്ന് നമ്മൾ തിരിച്ചറിയണം, ഓർക്കണം. സുഭാഷിതരുടെ പുസ്തകം 15-ാം അധ്യായം 25-ാമത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അഹങ്കാരം ഒരുവൻ്റെ നാശത്തിന് കാരണമാകുന്നു, അഹങ്കാരിയുടെ ഭവനം നിലംപരിശാക്കും. ബൈബിളിലുടനീളം നമുക്ക് കണ്ടെത്താൻ കഴിയും അഹങ്കാരം തലയ്ക്ക് പിടിച്ചവരുടെ നാശങ്ങൾ. അഹങ്കാരം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒരു ലെവലും ഇല്ല. ശാസ്ത്രം പല കണ്ടുപിടുത്തങ്ങളും നടത്തിയപ്പോൾ പലരും ദൈവത്തെ അഹങ്കാരത്തോടെ തള്ളിപ്പറഞ്ഞു. ഒറ്റ കാര്യം അറിഞ്ഞാൽ മതിയായിരുന്നു, ഈ കണ്ടുപിടുത്തം നടത്താനുള്ള അവരുടെ ബുദ്ധി ഏത് ലാബിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണെന്നൊന്ന് പറഞ്ഞു തന്നെങ്കിൽ കൊള്ളാമായിരുന്നു. സന്തോഷമായി. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. അഹങ്കാരം കൊണ്ട് ആകാശം മുട്ടെ ഗോപുരം പണിയാൻ തുടങ്ങിയ ഒരു ജനതയെ ദൈവം ഇറങ്ങി വന്ന് ചിതറിക്കുകയും അവരുടെ ഗോപുരത്തെ ചീട്ടുകൊട്ടാരം പോലെ തകർക്കുകയും ചെയ്യുന്നത് വായിക്കുന്നുണ്ട്. ഉസിയ എന്ന് പറയുന്ന രാജാവ് 2 ദിനവൃത്താന്തം 26, 18, 21 ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ജീവിച്ചപ്പോൾ അയാൾക്ക് കുഷ്ഠം പിടിപെട്ട് മരിച്ചെന്നാണ് പറയുക. ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം 28-ാമത്തെ വചനം. ബൽഷാസർ എന്ന് പറയുന്ന രാജാവ് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് രാത്രിയിൽ തന്നെ മരണപ്പെട്ടെന്ന്. പുറപ്പാട് 5:1 മോശയും അഹ്റോനും കൂടി ഫറോയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇസ്രായേൽ മക്കളെ വിട്ടുതിരിക, കർത്താവ് അരുൾ ചെയ്യുന്നു. അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇസ്രായേൽ മക്കളെ വിട്ടുതിരിക, കർത്താവ് അരുൾ ചെയ്യുന്നു. അവരെ പൂജാ ഉത്സവങ്ങൾക്കുള്ള സമയമായതിനാൽ ആ ജനത്തെ വിട്ടുതരണം എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന് ഫറോയോട് പറഞ്ഞപ്പോൾ ധിക്കാരം കൊണ്ട്, ധാർഷ്ട്യം കൊണ്ട് ഫറോ പറഞ്ഞു, ആരാണ് ഈ കർത്താവ്? ഞാൻ കർത്താവിനെ അറിയില്ലല്ലോ എന്ന് ധിക്കാരം പറഞ്ഞ് ഫറോ അനുഭവിച്ച ദുരന്തം ഈജിപ്തുകാരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം പുറപ്പാട് 14:28 നമ്മൾ കാണുന്നുണ്ട്. ഫറോയുടെ കുതിരയും കുതിരപ്പടയാളികളും പേരും ഒരൊറ്റ എണ്ണം ശേഷിച്ചില്ലെന്നാണ് പറഞ്ഞു വയ്ക്കുക. കടലിൽ ചത്തുമലച്ചു. നമ്മൾ എന്നാ കണ്ടിട്ടാ അഹങ്കരിക്കുന്നത്? മക്കൾ വിദേശത്ത് പോയതുകൊണ്ടോ, അതോ വീടും കാറും വാങ്ങിയിട്ടോ, അതോ സൗന്ദര്യമുണ്ടെന്നോ ഉള്ള കാരണം കൊണ്ടോ, 6 കെട്ട മസിലിൻ്റെ ഉടമയാണെന്നും പറഞ്ഞാണോ? ഒറ്റ കാറ്റ് മതി എല്ലാവരും പാവപ്പെട്ടവൻ്റെ പ്ലാസ്റ്റിക് ഷീറ്റിൽ വന്ന് കിടന്നുറങ്ങാൻ. ഒരു ബുദ്ധിജീവിക്കും ഈ പ്രതിഭാസങ്ങളെ തടയാനും കഴിയുന്നില്ല എന്നുള്ളതാണ് വളരെ രസകരമായ സംഗതി. അതുകൊണ്ട് അഹങ്കാരം വേണ്ട. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പത്രോസ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 പത്രോസ് 6-ാമത്തെ വചനം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോട് നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമേ, ഞാൻ എന്തോ ആണെന്നുള്ള അഹംഭാവം കൊണ്ട് അങ്ങേ മറന്നും മറുതലിച്ചും ജീവിച്ചു പോയിട്ടുണ്ട്. എളിമയെന്ന പരമപുണ്യം എനിക്ക് നൽകണമെന്ന് അതാ. ആമേൻ. അവേ മരിയ.